എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മുരുഡേശ്വർ റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ ഇവിടെ മുരുഡേശ്വർ അമ്പലത്തിൽ പോകുവാനായിട്ട് വന്നതാണ്. നമ്മൾ വന്ന ട്രെയിനാണ് ഈ കിടക്കുന്നത്. തിരുവനന്തപുരം നോർത്ത് ഗംഗാനഗർ. റെയിൽവേ സ്റ്റേഷന് വളരെ അടുത്തായിട്ട് തന്നെയാണ് മുരുഡേശ്വര അമ്പലം ഉള്ളത്. നമ്മൾ ട്രെയിനിൽ വരുമ്പോൾ തന്നെ മുരുഡേശ്വര ഭഗവാൻ ശിവൻ്റെ ആ സ്റ്റാച്ചു നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് ഇറങ്ങുകയാണ്. റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് വരുമ്പോൾ തന്നെ ഇവിടെ ചെറിയ ഒരു ശിവൻ്റെ രൂപം, ഭഗവാൻ ശിവൻ്റെ ഒരു രൂപവും വച്ച് അതിന് മുന്നിൽ കുറച്ച് വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഒരു ഓട്ടോ പിടിച്ച് അമ്പലത്തിലേക്ക് പോവുകയാണ്. അമ്പലത്തിൻ്റെ കവാടമാണ് ഈ കാണുന്നത്. ഇത് റെയിൽവേ സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റ് തന്നെയാണ്. റെയിൽവേ സ്റ്റേഷൻ ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക്. നമ്മൾ അമ്പലത്തിൻ്റെ ആ റോഡിലേക്ക് കയറി നമ്മൾ അമ്പലത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലത്തിലേക്ക് പോകുന്നതിൻ്റെ സൈഡിൽ തന്നെ ഗവൺമെൻറ്റിൻ്റെ ബിൽഡിങ്ങുകളുണ്ട്, ഗവൺമെൻറ്റിൻ്റെ ഓഫീസുകളും ഒക്കെ ഉണ്ട് സൈഡിലായിട്ട്. നമ്മൾ അമ്പലത്തിനടുത്ത് എത്താറായിട്ടുണ്ട്. നമ്മൾ ദൂരെ അമ്പലത്തിൻ്റെ ഗോപുരം കാണാം നമുക്ക്. ഇവിടെ വരെ ഓട്ടോ വിളിച്ചിട്ടുള്ളൂ. ഇവിടെ ഒരു റൂമിൽ ഫ്രഷ് ആവാനായിട്ട് കയറുകയാണ്. ആ കാണുന്ന അമ്പലത്തിൻ്റെ ഗോപുരമാണ്. നമ്മളിപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തിയിട്ടുണ്ട്. അമ്പലം അറബിക്കടലിനോട് ചേർന്ന് തന്നെയാണ്. കടലിൻ്റെ ഒരു സൈഡിലായിട്ടാണ് അമ്പലം ഇരിക്കുന്നത്. നല്ല വ്യൂ ആണ്, നല്ല ഒരു വ്യൂ ഉള്ള അമ്പലമാണ്. ഈ അമ്പലം വളരെ ഐതിഹ്യങ്ങൾ നിറഞ്ഞൊരു അമ്പലമാണ്. രാവണൻ ഭഗവാൻ ശിവനെ തപസ് ചെയ്ത് ലങ്കയിലേക്ക് വിഗ്രഹങ്ങളായിട്ട് 3 ശിവലിംഗങ്ങളായിട്ട് പോയ വഴിക്ക് ഇവിടെ കുളിക്കാൻ നിന്നുവെന്നും ഒരു ബ്രാഹ്മണ ബാലനെ ആ വിഗ്രഹങ്ങൾ ഏൽപ്പിച്ചു. ആ വിഗ്രഹം ശിവലിംഗം ഏൽപ്പിച്ചു. ശിവലിംഗം അവിടെ വച്ച് ശിവലിംഗം വച്ചാൽ അവിടുന്ന് പിന്നെ അത് പറിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പ്രകാരം ഒരു ബ്രാഹ്മണ ബാലനെ ഈ ശിവലിംഗം ഏൽപ്പിച്ചിട്ടാണ് രാവണൻ കുളിക്കാനായിട്ട് ഇറങ്ങിയത്. അപ്പോൾ ബ്രാഹ്മണ ബാലൻ ഗണപതി വേഷം മാറി വന്നതായിരുന്നു. ബ്രാഹ്മണ ബാലൻ ശിവലിംഗം നിലത്ത് വയ്ക്കുകയും അവിടുന്ന് പിന്നെ അത് പറിച്ചെടുക്കാൻ സാധിക്കാതെ വരികയും ചെയ്തു. അങ്ങനെയാണ് ഈ അമ്പലം അവിടെ പ്രതിഷ്ഠമായതെന്നാണ് പറയപ്പെടുന്നത്. വലിയൊരു ഗോപുരമാണ് ഈ അമ്പലത്തിലേക്ക് കയറുന്നതിന്. ഇതിൻ്റെ വലിയൊരു അട്രാക്ഷൻ തന്നെയാണ് ഈ അമ്പലത്തിൻ്റെ. ഈ വലിയൊരു ഗോപുരവും ഇവിടെയുള്ള ശിവപ്രതിമയാണ് ഈ അമ്പലത്തിനെ ഇത്രയും ഫേമസ് ആക്കിയതെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ നിന്ന് മൂകാംബികയിലേക്ക് പോകുന്ന ഒട്ടുമിക്ക ഭക്തരും മുരുഡേശ്വർ അമ്പലവും സന്ദർശിക്കാറുണ്ട്. നമുക്കിപ്പോൾ കാണാം ഭഗവാൻ ശിവൻ്റെ വലിയ രൂപം, സ്റ്റാച്ചു. അമ്പലത്തിലേക്ക് കയറാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്.
ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. പിന്നെ അമ്പലത്തിൽ അവിടെ അധികം ബീച്ച് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അമ്പലം ബീച്ചിനോട് അടുത്തായതുകൊണ്ട് അവിടെ പലതരം ബീച്ച് ആക്ടിവിറ്റീസ്, അതിനും ബീച്ചിൽ വരുന്നവരും കൂടെ ഉണ്ട്. അമ്പലത്തിൽ നല്ല തിരക്കുണ്ട്. അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ്. അമ്പലത്തിൻ്റെ കൊടിമരം കേരള മാതൃകയിലുള്ള ഒരു കൊടിമരമല്ല, ഇത് കർണാടക രീതിയിലുള്ള കൊടിമരം. അമ്പലവും എല്ലാം അങ്ങനെയാണ്. അമ്പലത്തിനകത്ത് ഭഗവാൻ ശിവൻ്റെ പ്രതിഷ്ഠയോടൊപ്പം തന്നെ കുറേ ഉപപ്രതിഷ്ഠകളുമുണ്ട്. സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയുണ്ട്, ഗണപതി ഭഗവാന്റെ പ്രതിഷ്ഠയുണ്ട്. അതുകൂടാതെ സപ്തർഷികൾ തപസ് ചെയ്യുന്ന കുറച്ച് പ്രതിമകൾ കൂടി അവിടെ ഉണ്ട്. കാണുന്ന സപ്തർഷികളുടെ ശില്പങ്ങളാണ്. കാണുന്ന അമ്പലത്തിലെ പ്രത്യേക ദിവസങ്ങളിൽ പുറത്തെടുക്കുന്ന ഗോൾഡൻ ചാരിയറ്റാണ്. സ്വർണ്ണരഥം അമ്പലത്തിലെ പ്രത്യേക ഉത്സവങ്ങൾക്കൊക്കെ മാത്രമേ പുറത്തെടുക്കാൻ കഴിയുള്ളൂ എന്നാണ് അറിഞ്ഞത്. ഇതെല്ലാം അമ്പലത്തിനകത്ത് തന്നെ അവിടെ സൂക്ഷിച്ചിരിക്കുന്ന ചെറിയ രഥങ്ങളും പ്രതിമകളൊക്കെയാണ്. നമ്മൾ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി ആ വലിയ സ്റ്റാച്ചു, ഭഗവാൻ ശിവൻ്റെ വലിയ പ്രതിമയുള്ള ഭാഗത്തേക്ക് വന്നിരിക്കണം. നമുക്ക് പ്രതിമയുടെ ഉള്ളിലേക്ക് പ്രവേശിക്കാം. അതിന് ഓരോരുത്തർക്കും പ്രത്യേകം ഫീസ് അടയ്ക്കണം. ഫീസ് അടച്ചിട്ട് നമുക്ക് അതിനകത്ത് കയറി നമുക്ക് കാണാം. അവിടെ തന്നെ രാവണൻ ബ്രാഹ്മണ ബാലന് ശിവലിംഗം കൈമാറുന്നതിൻ്റെ വേറൊരു പ്രതിമ അവിടെയുണ്ട്, ഈ ഭഗവാൻ ശിവൻ്റെ പ്രതിമയുടെ ഫ്രണ്ടിലായിട്ട്. കൂടാതെ അനേകം ചെറിയ പശുക്കളുടെയും അല്ലാതെയുള്ള കുറേ ശില്പങ്ങളും അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയ സമയത്ത് ഭഗവാൻ ശിവൻ്റെ പ്രതിമയ്ക്ക് അവിടെ പെയിൻ്റടി ജോലികൾ നടക്കുകയായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവർ ഈ കയറി നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇതുണ്ടാക്കിയത്. അങ്ങ് മാറി കുറച്ച് അകലെയായിട്ട് സൂര്യഭഗവാന്റെ ഒരു പ്രതിമയും അവിടെയുണ്ട്. നമ്മൾ പ്രതിമയുടെ ഉള്ളിൽ കയറിയിരിക്കുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഈ രാവണന് ഭഗവാൻ ശിവലിംഗം കൊടുക്കുന്നതിനെ വർണ്ണിച്ചുകൊണ്ടുള്ള കഥകൾ അവിടെ കാണിച്ചിരിക്കുന്നതാണ്. പ്രതിമ രൂപത്തിൽ ആ കഥ കാണിച്ചിരിക്കുന്നത് ഓരോരോ ഭാഗങ്ങളായിട്ട് കാണിച്ചിരിക്കുന്നതാണ്.
രാവണൻ തപസ് ചെയ്യുന്നതും എല്ലാം ഉണ്ട് അതിനകത്ത്. നാരദ മഹർഷി ഭഗവാൻ നാരായണൻ്റെ അടുത്ത് ചെന്ന് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ്. അതുപോലെ രാവണൻ തൻ്റെ ശക്തി ഉപയോഗിച്ച് കൈലാസം ഉയർത്തി നിർത്തിയിരിക്കുന്ന ഭാഗമാണിത്. അവിടെ കന്നഡയിൽ ഇതിൻ്റെ വിവരണങ്ങളുണ്ട്. നമുക്ക് കന്നഡ അറിയില്ലാത്ത കാരണം കൊണ്ട് മനസ്സിലായില്ല ഒന്നും. തപസ് ചെയ്യുന്ന രാവണൻ്റെ മുന്നിൽ ഭഗവാൻ ശിവൻ പ്രത്യക്ഷപ്പെടുന്ന ഭാഗമാണിത്. രാവണൻ തൻ്റെ ഓരോരോ ശിരസ്സുകൾ അറുത്ത് ഭഗവാന് സമർപ്പിക്കുന്ന ശിരസ്സുകൾ താഴെ വീണ് കിടക്കുന്നത് കാണാം. നാരദൻ ഭഗവാൻ ഗണപതിയുടെ അടുത്ത് ചെന്ന് ഈ വിഷയം ബോധ്യപ്പെടുത്തുന്നതാണ്. അങ്ങനെ ഗണപതി ഭഗവാൻ ഒരു ബ്രാഹ്മണ ബാലനായിട്ട് രാവണൻ്റെ അടുത്തേക്ക് വരികയും സന്ധ്യാ സമയത്ത് കുളിക്കുവാനും മറ്റ് വന്ദനങ്ങൾക്കും വേണ്ടിയിട്ട് രാവണൻ മാറുന്ന സമയത്ത് ശിവലിംഗം ബ്രാഹ്മണ ബാലനെ ഏൽപ്പിച്ച് ബ്രാഹ്മണ ബാലൻ ആ ശിവലിംഗം താഴെ വയ്ക്കുന്ന രംഗമാണിത്. നമ്മൾ ആ പ്രതിമയുടെ ഉള്ളിൽ നിന്ന് പുറത്ത് കടന്നു പ്രതിമയുടെ സൈഡിലായിട്ട് തന്നെ ഒരു ശനീശ്വരൻ്റെ അമ്പലവും കൂടിയുണ്ട്. ഇവിടെ നിന്നാൽ സൂര്യഭഗവാന്റെ പ്രതിമയും കാണാം. ബീച്ചിൻ്റെ സൈഡായതുകൊണ്ട് തന്നെ നല്ല കാറ്റുണ്ടായിരുന്നു. നല്ല വെയിലുള്ള സമയമായിരുന്നു. കാറ്റൊരാശ്വാസമായിരുന്നു. സൂര്യഭഗവാന്റെ പ്രതിമയാണത്.
നമ്മൾ അവിടെ നിന്ന് വന്ന് തിരിച്ച് ഗോപുരത്തിനകത്ത് കയറാൻ സാധിച്ചു. ഗോപുരത്തിനകത്തു നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. ഗോപുരത്തിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ ഒത്തിരി ദൂരേക്കുള്ള കാഴ്ചകൾ കിട്ടും. മുരുഡേശ്വര അമ്പലവും അതിൻ്റെ പരിസരവും നമുക്ക് മുകളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കും. ബീച്ചിൽ അത്യാവശ്യം നല്ല തിരക്കുകളുണ്ട്. ബീച്ചിലൊക്കെ താഴെ ആളുകൾ ബീച്ച് ആക്ടിവിറ്റീസിൽ പങ്കെടുക്കുന്നത് കാണാമായിരുന്നു.